മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിന് പിന്നാലെ ഓഹരി വിപണി ഇടിഞ്ഞു. BSE സെൻസെക്സ് 900 പോയിന്റ് ഇടിഞ്ഞു. അതേസമയം കർഷകരുടെ ആവശ്യങ്ങളെ പരിഗണിക്കാത്ത ബജറ്റ് ഗ്രാമീണ മേഖലയെ കൂടുതൽ ദുരിതത്തിലാക്കുമെന്ന് മുതിർന്ന നേതാവ് PR കൃഷ്ണൻ പ്രതികരിച്ചു. കേരളത്തെ പാടെ അവഗണിച്ച ബജറ്റെന്ന് മുംബൈ മലയാളികളും പറയുന്നു. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ വലിയ പ്രതീക്ഷയർപ്പിച്ച ഓഹരി വിപണി ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ടാക്സ് പ്രഖ്യാപനത്തിന് ശേഷം കുത്തനെ ഇടിഞ്ഞു. യൂണിയൻ ബജറ്റിലെ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് വർധന നിർദ്ദേശത്തെ തുടർന്നാണ് വിപണി കൂപ്പുകുത്തിയത്. അതേസമയം കർഷകരെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള ബജറ്റ് ഗ്രാമീണ മേഖലയെ കൂടുതൽ ദുരിതപൂർണമാക്കുമെന്ന് മുതിർന്ന CPIM നേതാവ് PR കൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന പങ്ക് ആണ് കാർഷിക മേഖലയ്ക്കുള്ളത്. എന്നാൽ ഈ മേഖലയിലെ പ്രതിസന്ധി കാരണം കർഷകരുടെ കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കടക്കണിയിൽ പെട്ട് വലയുന്നവരുടെ ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. ഇതിന് പരിഹാരമായി അവരുടെ കടം എഴുതി തള്ളണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു നീക്കത്തിനും നരേന്ദ്രമോദി സർക്കാർ തയ്യാറല്ല എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റ് വ്യക്തമാക്കുന്നത്. രാജ്യത്തെ തൊഴിൽ മേഖലയിൽ 90% അസംഘടിത മേഖലയിലാണ്. ആ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് ആശ്വാസം പകരാൻ ഉതകുന്ന നിർദ്ദേശങ്ങളും ബഡ്ജറ്റിലില്ല. കേരളത്തെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള ബജറ്റ് എന്നാണ് മാധ്യമപ്രവർത്തകനായ മുരളീദാസ് പെർലശ്ശേരി പറയുന്നത്. കേരളത്തിൽ മോദി വന്ന് മോദിയുടെ ഗ്യാരണ്ടിയൊക്കെ വാഗ്ദാനം ചെയ്തു. അതുമാത്രമല്ല, കേരളത്തിൽ 2 കേന്ദ്രമന്ത്രിമാരായിട്ടുള്ളത്. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും കേരള ജനത പലതും പ്രതീക്ഷിക്കും. പക്ഷേ എന്താ പറയുന്നത്, BJPയുടെ വളർച്ചയെ തന്നെ മുരടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ബജറ്റാണ് ഇത്. ബജറ്റ് കേരളത്തിലെ ആരോഗ്യ മേഖലയെ നിരാശപ്പെടുത്തിയെന്നാണ് ബിനോയ് തോമസ് വിലയിരുത്തിയത്. നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടുമാണ് നമ്മളുടെ കൂടുതൽ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റലുകളോ അതേപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഗവൺമെൻറ് അത്യാവശ്യമായിട്ടും ചെയ്യേണ്ടതായിരുന്നു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.